ഇതെന്താണിത് വലിയ കോളൊക്കെ ഉണ്ടല്ലോ. ചെറുപയറ് പായസം വെക്കണം, പിന്നെ ശർക്കര. കുറെ ദിവസമായി ഞാൻ പൂജിച്ചിടണം. ചെറുപയർ പായസം ഉണ്ടാക്കി. പിന്നെന്താ ഞാൻ ഉണ്ടാക്കി തരാലോ. ആയിക്കോട്ടെ. അപ്പോൾ ഇതേ ചെറുപയർ പരിപ്പ് പായസത്തിന് ഞാനിവിടെ 1/2 കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായി അതൊന്ന് വറുത്തെടുക്കാം. നന്നായി വറവായി കഴിഞ്ഞാൽ കടായിൽ നിന്ന് നമുക്കത് മാറ്റി വയ്ക്കാം. പായസത്തിന് ആവശ്യമായ ശർക്കര 6 ആണി ശർക്കര എടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ കഴുകാണ്ടെയാണ് വറുത്തെടുത്തത്. അപ്പോൾ അതൊന്ന് കഴുകി കുക്കറിലിടാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 2 വിസിൽ വരെ ഒന്ന് അടിച്ചെടുക്കാം. ഏകദേശം 2 വിസിൽ കഴിഞ്ഞതിന് ശേഷത്തെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ചെറുപയർ. അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചുക്കുപൊടി കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണേ. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ തിളപ്പിക്കാൻ പാടില്ല. പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയറും പരിപ്പ് പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി 2 സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ അതും വറുത്തെടുക്കാം കേട്ടോ. പക്ഷെ തേങ്ങാക്കൊത്താണ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ട് തേങ്ങയാണ് വറുത്തെടുക്കുന്നത്. അത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അച്ഛന് കൊടുത്ത് നോക്കാം. അച്ഛൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയാലോ. ചെറുപയർ പരിപ്പ് പായസം കുറേ ദിവസമായി ചെറുപയറിനൊരു പുതിയ ചെറുപയർ പായസത്തിന് എവിടെ പോയാലും സേമിയ ചെറുപയർ പായസം ഉണ്ടാവില്ല. വളരെ സ്ഥലമാണ്, നല്ല രുചിയുണ്ട്.